ഇപ്പോൾ ഓൺലൈൻ വെബ്സൈറ്റുകളിലൊക്കെ ഇയർ എൻഡ് സെയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് ബിഗ് ബില്യൺ സെയിലുണ്ട്, അതുപോലെ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലെ സെയിൽ ചെയ്യുന്ന ഈ ഇയർ എൻഡ് സെയിൽ നിന്ന് ഏകദേശം 10ഓളം പ്രൊഡക്ട്സ് വാങ്ങിച്ച്. അതിൽ എൻ്റെ വീട്ടിൽ എത്ര പ്രൊഡക്ട്സ് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 പ്രൊഡക്റ്റ് കുഴപ്പമില്ലാണ്ട് എത്തിയുള്ളൂ. ബാക്കിയുള്ള എല്ലാം പാർഷ്യലി പൊട്ടലും അതുപോലെ ഡാമേജ്ഡ് ഒക്കെ ആയിട്ടാണ് ഇത് സാധനം കിട്ടിയത്. കുറേ ബൾക്ക് ഓഫ് ഓർഡേഴ്സ് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ കൊറിയർ ആൾക്കാർക്കുണ്ടല്ലോ ഇത് സോർട്ട് ചെയ്യുക, ഇതുകൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടയർസം പ്രോസസ്സാണ്. അപ്പോൾ ബിഗ് ബില്യണിനും ഇതിനും എല്ലാം കൂടുതൽ ഓർഡേഴ്സ് വരുന്ന ടൈമാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇതുപോലെ കിട്ടിയില്ല. എൻ്റെ ഒരു ട്രൈപോഡ് ഞാൻ ബുക്ക് ചെയ്തത് എനിക്ക് വന്നില്ല. ഞാനത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വെയർ ഹൗസിൽ ചെന്നപ്പോൾ അവിടുത്തെ കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം കൂമ്പാരം പോലെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുവാണ് വന്ന് കിടക്കുന്ന പ്രൊഡക്ട്സ്. എന്നിട്ട് ഇവർ ഈ ഒരു ദിവസം ഇത്ര പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് എടുത്തു വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുവാണ്. അപ്പോൾ എടുക്കുന്നതും പിടിക്കുന്നതും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിച്ചെറിയുന്നു. പ്രൊഡക്റ്റിന്റെ മേലെ കൂടെ ഒരാൾ ചവിട്ടിക്കൊണ്ട് ഓടുന്നു. അതുപോലെ പ്രൊഡക്റ്റ് കിട്ടാണ്ട് തിരക്കി വന്നേക്കുന്ന കുറേ പേര് ഈ എന്താ പറയുക കൂമ്പാരത്തിന്റെ ഇടയിൽ നിന്നൊക്കെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തട്ടി മാറ്റിയൊക്കെ പ്രൊഡക്ട്സ് എടുക്കുന്നു. അപ്പൊ അങ്ങനത്തെ അങ്ങനത്തെ ഒരു പരിപാടി. പണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓൺലൈൻ പർച്ചേസസ് ഭയങ്കര കുറവായിരുന്നുണ്ട്. അതുപോലെ ഈ ഇങ്ങനത്തെ സെയിൽസ് ഒക്കെ നടക്കുമ്പോഴത്തേക്കും വളരെ കുറച്ച് ആൾക്കാരെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുള്ളായിരുന്നു. ഇപ്പോൾ എൻ്റെ വീടിനടുത്ത് തന്നെ അടുത്തുള്ള അയൽക്കാർക്കൊക്കെ ഇതുപോലെ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാനാണ്. അപ്പോൾ എൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്നായിരിക്കും ചിലപ്പോൾ അത് 1-2 പ്രൊഡക്റ്റ്. പണ്ടൊക്കെ ബിഗ് ബില്ല് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 4-5 ബുക്കിങ്സ് ഒക്കെ ഞാൻ ചെയ്താലായി. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കുറേ സാധനങ്ങൾ ഇതുപോലെ ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ബുക്ക് ചെയ്യരുത് എന്ന് ഇവിടുന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. പക്ഷെ വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്ക് കുഴപ്പമില്ലാണ്ട് മീൻസ് തട്ടിയാലും മുട്ടിയാലൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് വീട്ടിലെത്തും എന്നുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിക്കും. ഇപ്പം മൊബൈൽ ഫോൺസ് എനിക്ക് തോന്നുന്നു അവർ അത്യാവശ്യം ഞാൻ ഇതുവരെ ബിഗ് ബില്യണിന് വാങ്ങിച്ചിട്ട് ഡാമേജ്ഡ് ആയിട്ട് ഫോൺസ് വന്നിട്ടില്ല. അതുപോലെ ഡ്രസ്സസ് ഉണ്ടല്ലോ, ക്ലോത്തിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊന്നും വലിയ കുഴപ്പമില്ല. കാരണം എൻ്റെ മേലെ കൂടെ ഒക്കെ ചവിട്ടിക്കൊണ്ട് ഓടിയെന്ന് പറഞ്ഞാലും വീട്ടിൽ കൊണ്ടൊന്ന് തേച്ചെടുത്തൊന്നും വലിയ കുഴപ്പമില്ല ഉണ്ടാവില്ല. പക്ഷേ ഫ്രജൈലായിട്ടുള്ള സാധനങ്ങൾ, അതായത് ഈ പൊട്ടുന്ന ചില്ലൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ, താഴത്തൊക്കെ ഒന്ന് വീണ ഡാമേജ് ആകുന്ന സാധനങ്ങൾ, ഞാൻ കഴിഞ്ഞ ബിഗ് ബില്യൺ വാങ്ങിച്ച് UPS ഇവിടെ വന്നപ്പോഴത്തേക്കും മേൽഭാഗം ഇല്ല. മേൽഭാഗമൊക്കെ പോയിട്ടാണ് കിട്ടിയത്. ലൈറ്റ് വാങ്ങിച്ച് ലൈറ്റൊക്കെ പൊട്ടിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക. ഇവിടെ എത്തും എന്ന് കുഴപ്പമില്ലാണ്ട് ഇവിടെ എത്തുമെന്ന് ഉറപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കുക.